ബലാത്സംഗ കേസിൽ ഇടക്കാല മുൻകൂർ ജാമ്യം ലഭിച്ച നടൻ സിദ്ദിഖിന്റെ കേസിലെ തുടർ നടപടിയിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇന്നുണ്ടാകും. നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്താനാണ് ഇപ്പോഴുള്ള ആലോചന. പോലീസിന് മുന്നിൽ ഹാജരാകാൻ തയ്യാറാണെന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകർ അറിയിച്ചു കഴിഞ്ഞു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. സിദ്ദിഖ് എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരമായിട്ടില്ല. പക്ഷേ അതിന് പുറകെ പോകാൻ പോലീസും തയ്യാറാകുന്നില്ല. കാരണം 2 ആഴ്ചക്കാലം അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നോട്ടീസ് നൽകി പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. 1-ൽ കൂടുതൽ ദിവസം സിദ്ദിഖിനെ ചോദ്യം ചെയ്യും എന്നും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. കാരണം നിരവധി തെളിവുകൾ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം സിദ്ദിഖിനെതിരെ സമാഹരിച്ചിട്ടുണ്ട്. ഇന്നലെ സിദ്ദിഖിൻ്റെ അഭിഭാഷകൻ തന്നെ വ്യക്തമാക്കിയത് നോട്ടീസ് ഏത് ഘട്ടത്തിൽ ലഭിക്കുന്നുവോ അതിന് തൊട്ടടുത്ത ദിവസം തന്നെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകും. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും. ഒരു തരത്തിലും സാക്ഷികളെ സ്വാധീനിക്കാനുള്ള നടപടികളോ ഒന്നും തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകില്ല. തങ്ങൾക്ക് പറയാനുള്ള ഭാഗം കൃത്യമായി അന്വേഷണ സംഘത്തിന് മുൻപിൽ അറിയിക്കുമെന്നും സിദ്ദിഖിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി നോട്ടീസ് എപ്പോൾ നൽകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പ്രത്യേക ഈ ഇടക്കാല ജാമ്യോത്തരവ് വന്ന പശ്ചാത്തലത്തിൽ അഭിഭാഷകനെ അടക്കം നേരിൽ കണ്ട് നിയമോപദേശം ലഭ്യമായ ശേഷമായിരിക്കും സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുക. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.